എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സേഫ് ആണെന്നും ഹെൽത്തി ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് കാരമലൈസ്ഡ് ബ്രെഡ് പോപ്കോൺ. നമ്മൾ പോപ്കോൺ എന്ന് പറഞ്ഞ് കഴിക്കാറുള്ളത് എന്താ? ചോളമാണ്. പക്ഷേ ഇത് ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു ഐറ്റമാണ് ബ്രെഡ്. അപ്പോൾ ഡേറ്റ് തയ്യാറാകുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ എടുത്ത് കളയാണ് പതിവ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളും ഹാപ്പിയാവും, അമ്മമാരും ഹാപ്പിയാവും. അപ്പോൾ എനിക്കതൊരു ഇംഗ്ലീഷ് ചാനലിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ റെസിപ്പി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പം അതുപോലെ തന്നെ ഇന്ന് ഞാൻ കപ്പ ടി വിയിൽ വരുന്നുണ്ട്. അതായത് കപ്പ ടി വിയിൽ കപ്പ പ്രൈം ടൈം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അത് രാത്രി 8 മണിക്കാണ് ഇന്ത്യൻ സമയം. അല്ലെങ്കിൽ റീടെലികാസ്റ്റ് ആയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 10 മണിക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള കാരമലൈസ്ഡ് ബ്രെഡ് പോപ്കോൺ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രെഡ് കാരമൽ പോപ്കോൺ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 4 കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഒരു കത്രി ഉപയോഗിച്ചിട്ട് മുറിച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇതിന് നമുക്കൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടും ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു പ്ലേറ്റിൽ വെക്കുക. മൈക്രോവേവിൽ ഹൈ പവർ ഇട്ടിട്ട് 1 മിനിറ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് തോന്നും. പക്ഷേ പുറത്ത് ഇച്ചിരി ഇരിക്കുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിക്കോളൂ കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അവനില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ പാത്രത്തിലും ഫ്രൈ ചെയ്ത് കാണിച്ചു തരുന്നത്. അവനുള്ളവർ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കൺവെക്ഷൻ അവനുള്ളവർ ബേക്ക് ചെയ്തെടുക്കാം. എങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്തായാലും നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ മാത്രം മതി നമുക്ക് സംഭവം. അപ്പം അതിനുവേണ്ടി ഒരു കടായി എടുക്കുക. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ആ സമയത്ത് നമ്മുടെ ബ്രെഡിൻ്റെ പീസസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കരിയാണ്ട് സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മീഡിയം ചൂടായിരിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് ബ്രെഡിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എൻ്റെ പാത്രത്തിന് വിത്ത് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാതും ഇതിൽ താഴെ മുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ബ്രെഡ് കരിഞ്ഞു പോകും. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അടുപ്പത്ത് ഇട്ട് വേറെ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. പുക വന്നിട്ട് പരുവായിട്ടുണ്ടാവും. കാരണം എനിക്ക് അങ്ങനെ രാവിലെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം. ഞാൻ പെട്ടെന്ന് മറന്നുപോയി ബ്രെഡ് അടുപ്പത്തുള്ള കാര്യം. പിന്നെ പുക വന്നപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ നല്ല കരിഞ്ഞ് കുട്ടപ്പനായിരിപ്പുണ്ടായിരുന്നു. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഞാനിതിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതേപോലെ തന്നെ മറ്റേതും ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ബാച്ചും ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കടിച്ചു നോക്കുക. ഇത്തിരി തണുക്കുമ്പോഴാണ് ഇച്ചിരി ക്രിസ്പി ആവുക. അവിടെ അതിൽ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കും. പുറത്ത് വയ്ക്കുമ്പോഴേക്കും ക്രിസ്പി ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഷുഗർ കാരമലൈസ് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു കടായി എടുക്കുക. നമുക്ക് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. ഞാനിതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ബട്ടർ അൺസോൾട്ടഡ് ആണ്. അതായത് ഉപ്പില്ലാത്ത ബട്ടറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങൾ ഉപ്പുള്ള ബട്ടറാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരല്പം മാത്രം മതി. ഒന്ന് നന്നായി തിളച്ച് കാരമലൈസ് ആയി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നന്നായിട്ട് ബോയിൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സൂക്ഷിക്കണം. എപ്പോൾ വേണമെങ്കിലും അതിലൊരു ചെറിയൊരു ഗോൾഡ് കളർ വരാൻ തുടങ്ങും. ആവാറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തിരക്ക് പിടിച്ച് ചെയ്യരുത്. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മളിതിലേക്ക് ബട്ടറും പാലൊക്കെ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. മൂത്തിക്കൊന്നും ആക്കരുത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് ഒഴിക്കുക. പതുക്കെ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ചെറിയൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത് നമുക്കതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ തണുത്ത ബട്ടറായിരുന്നു. മെൽറ്റായ ബട്ടറായാലും കുഴപ്പമൊന്നുമില്ല. ബട്ടറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ പാല് തിളപ്പിച്ചാറ്റിയ പാലാണ് ഒഴിക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. പെട്ടെന്ന് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സോഗി ആയിട്ട് മാറും. അതായത് സോഫ്റ്റ് ആയിട്ട് മാറും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് പുറത്ത് വെച്ചിട്ട് ഇരിക്കും. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് നല്ല ക്രിസ്പി ആയിട്ട് മാറിക്കോളും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതാവുന്ന വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വിരിച്ചിടാം. ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറിലോ തനിയെ ഒന്ന് വേർതിരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ചൂടാറുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നോളൂ. ഇപ്പോൾ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അതിനകത്ത് നമ്മൾ ചൂടുള്ള കാരമൽ സിറപ്പിലല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിനി
ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇതിൻ്റെ ചൂടൊന്ന് പോട്ടെ, നല്ല ക്രിസ്പി ആയിട്ട് വരിക. പിന്നെ കാരമലൈസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഓരോ അടപ്പനുസരിച്ച് മാറ്റം വരും. എനിക്കൊരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിൽ ചെയ്തപ്പോൾ. അതേസമയം മറ്റേ ഗ്യാസ് അടപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് കാരമലൈസ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് കാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ കാരമലൈസ്ഡ് ബ്രെഡ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കൊതി കൂടുതലുള്ള കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അടുപ്പത്തുനിന്ന് എടുത്തതിന് ശേഷം ഒന്ന് പരത്തി വെച്ചിട്ട് ഞാൻ കാണിച്ചത് പോലെ ഒരു പ്ലേറ്റിൽ പരത്തിയതിന് ശേഷം ഫ്രീസറിൽ വെക്കും ഒരു 5-10 മിനിറ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ക്രിസ്പി ആയി കിട്ടിക്കോളും. നമുക്ക് പുറത്ത് വെച്ച് കുറച്ചും കൂടി അധികം സമയം എടുക്കും നല്ല ക്രിസ്പി ആവാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഫ്രീസറിൽ വെക്കുന്നതാണ്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായി വരുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ക്രിസ്പിയാണ്, പാകത്തിനുള്ള മധുരമുള്ളൂ. ഇപ്പോൾ കാരമൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേത് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അല്ല, ഞാൻ പറയാൻ വന്നതേ, എപ്പോഴും നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഇലയും സാധനങ്ങളും വേറെ ആപ്പിളൊക്കെ കൂടെ അടിക്കുമ്പോൾ ഇല ആദ്യം താഴേക്ക് വരണം രീതിയിൽ ഇടണം. അപ്പോഴാ അത് ശരിക്കും അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെള്ളം വെച്ചായിരിക്കും, ഒരുപാട് വെള്ളം കൂട്ടരുത് അല്ലേ. പിന്നെ ആപ്പിള്. അപ്പൊ എന്താ സാധനം? സ്പിനാച്ചും ആപ്പിളും. ശരി, അടിച്ചോ.